PMC പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് UDF കൺവീനർ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു. പദ്ധതിയിൽ നിന്നും പിന്മാറില്ല എന്നുകൂടി UDF കൺവീനർ അടൂർ പ്രകാശ് വ്യക്തമാക്കുകയുണ്ടായി. ഏതൊക്കെ സ്കൂളുകളിലാണ് നടപ്പാക്കേണ്ടത് എന്ന കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതി തീരുമാനം എടുക്കുമെന്നാണ് അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടിയത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ MS വീണ നൽകും. എന്തായാലും ഈ വിഷയത്തിൽ സർക്കാരിനൊരു പിന്നോട്ടുള്ള ഒരു തീരുമാനം ഇല്ല, പിന്മാറ്റമില്ല എന്നുള്ളത് തന്നെയാണ് അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടിയത്. PMC മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ PMCക്ക് കൈകൊടുത്ത് ജനങ്ങളുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കിയപ്പോൾ ഇടത് സർക്കാർ ഇടഞ്ഞു നിൽക്കുകയായിരുന്നു. പിന്നീട് ഇടത് സർക്കാർ ഈ PMCയിൽ ഒപ്പുവച്ചു എന്നുള്ളത് കൃത്യമായ കാര്യമാണ്. ഇപ്പോൾ അതുതന്നെയാണ് ഒരിക്കൽ കൂടി UDF കൺവീനറും പറയുന്നത്. നേരത്തെ VD സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹവും പറഞ്ഞിരുന്നു പിണറായി സർക്കാർ ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. കൃത്യമായി ഫണ്ട് വരുന്നുണ്ട്, ആ ഫണ്ട് നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടണം. യെസ്, നമുക്ക് MS വീണ കൂടുതൽ വിവരങ്ങൾ നൽകും. വീണ, അതായത് PMCയിൽ സർക്കാർ മുന്നോട്ട് തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു പിന്മാറ്റവും ഇല്ല എന്ന് ഒരിക്കൽ കൂടി UDFന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു പ്രതികരണം വരുന്നു. UDF കൺവീനറുടെ പ്രതികരണം പറയൂ വിവരങ്ങൾ. ഭാരതത്തിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലടക്കം ഈ ഒരു പദ്ധതി നടപ്പാക്കി വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനാൽ തന്നെ ഈ പദ്ധതിയോട് മുഖം തിരിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കും. ഒപ്പം തന്നെ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന് കാത്തിരുന്ന് ലഭിച്ചൊരു ഭരണം കൂടിയാണ്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ അടക്കം ഇത് നടപ്പാക്കുന്നതിൽ ഒപ്പുവെച്ചതുമാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ അന്ന് വിമർശനം വന്നപ്പോൾ പോലും ആ ഒപ്പിട്ട പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നൊരു നിലപാട് സ്വീകരിച്ചു. തുടർന്ന് ഈ ഒരു വിഷയത്തിൽ തീരുമാനം വൈകുന്നതിലടക്കം വിമർശനം ഉയർന്ന സാഹചര്യമുണ്ട്. അതിനുശേഷമാണ് ഉപസമിതിയെ രൂപീകരിച്ചുകൊണ്ട് അത് ചർച്ച ചെയ്യുവാൻ 4 അംഗ മന്ത്രിമാരെയും നിയോഗിച്ചത്. ഉപസമിതി യോഗം 2 തവണ ചേർന്നു. അത് മാത്രമല്ല, ഒരു മാസത്തിലേറെയായി. പക്ഷെ തീരുമാനം വൈകുന്നത് വീണ്ടും വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. സർക്കാർ അധികാരത്തിൽ ഏറിയതിനു ശേഷം എടുത്ത പല വിവാദ തീരുമാനങ്ങളിലും ഇന്ന് ആദ്യം ചേർന്ന UDF ഘടകകക്ഷി യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. ആ ചർച്ചയിൽ തന്നെയാണ് ഇത് നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമുണ്ടായിരിക്കുന്നത്. കാരണം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും അത് വിജയകരമായി നടപ്പാക്കിയ സാഹചര്യമുണ്ട്. പൊതുവിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഈ നടപ്പാക്കാതിരുന്നാൽ അത് സർക്കാരിനെ പ്രതികൂലമായി ബാധിക്കും. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ അത് വലിയ തരത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരണമെങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ നാട്ടിൽ നടപ്പാക്കിയേ മതിയാകൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തതായി UDF കൺവീനറും MPയുമായ അടൂർ പ്രകാശ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുന്നത്. നടപ്പാക്കുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം അത് മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തതിനു ശേഷം ഏതൊക്കെ സ്കൂളുകളിൽ നടപ്പാക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി സഹകരിച്ചു പോകും. അതോടൊപ്പം തന്നെ ഈ LDF സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ചതിനെ കുറിച്ച് കൂടി അദ്ദേഹം പറയുകയുണ്ടായി. രഹസ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പരസ്യമായിട്ട് മാത്രമേ ഇത്തരത്തിൽ ഒപ്പുവെക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. എന്തായാലും അക്കാര്യം കൂടി അടൂർ പ്രകാശ് പറഞ്ഞിരുന്നല്ലോ. അത് തന്നെയാണ്. കാരണം രഹസ്യമായ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ഒപ്പിട്ട് അത് നടപ്പാക്കുന്നതിനുള്ള നീക്കം നടത്താൻ കഴിയില്ല. മന്ത്രിസഭാ യോഗത്തിലാണെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും സർക്കാരിന്റെയും മുന്നണിയുടെയും ഒക്കെ അറിവോട് കൂടിയായിരിക്കില്ലേ അത് അന്ന് ഒപ്പിട്ടത്, LDF സർക്കാർ ഒപ്പിട്ടത് എന്നുള്ളൊരു ചോദ്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ അന്ന് അത് ആ തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകാൻ നിലപാട് സ്വീകരിച്ചതുമായിരുന്നു. പക്ഷേ CPIയുടെ ഭാഗത്ത് നിന്ന് വിമർശനങ്ങൾ ഉയരുന്നു. ആ ഒരു സാഹചര്യത്തിൽ മാത്രമാണ് മുന്നണിയിൽ നിന്ന് അല്ലെങ്കിൽ ഘടകകക്ഷികളിൽ നിന്ന് വിമർശനം വന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ അല്ലെങ്കിൽ ഒരു മൗനമായിട്ടുള്ള നിലപാടിലേക്ക് CPM കടന്നത്, അന്നത്തെ ഇടതുപക്ഷ സർക്കാർ കടന്നത് കൂടി അദ്ദേഹം പറയുകയാണ്. കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ ആ പദ്ധതി നടപ്പാക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ കൂടി കടന്നിരുന്ന അത്തരം ചിന്തകളിലേക്ക് കടക്കുകയും ഒപ്പം തന്നെ ഒപ്പുവയ്ക്കുകയും ചെയ്തതെന്നുള്ളതാണ്. രഹസ്യമായിട്ടല്ല കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം ഒരു പദ്ധതി ഒപ്പുവയ്ക്കുന്നതിൽ ഇടതുപക്ഷ സർക്കാർ തീരുമാനമെടുത്തിരുന്നത് കൂടി അദ്ദേഹം പറയുകയാണ്. അന്നത്തെ രാഷ്ട്രീയ പശ്ചാത്തലം ഒപ്പം തന്നെ അന്നത്തെ സർക്കാർ എടുത്ത നിലപാടുകളും തുടർന്നുണ്ടായ വിവാദങ്ങളെ കുറിച്ചും ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് UDF സർക്കാരിന്റെ നിലപാട് PMC പദ്ധതി നടപ്പാക്കുമെന്നുള്ള നിലപാട് അദ്ദേഹം വ്യക്തമായി. PMC പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് തന്നെയാണ്. അക്കാര്യമാണ് UDF കൺവീനർ അടൂർ പ്രകാശ് ചൂണ്ടിക്കാട്ടുകയുണ്ടായത്. ഏതൊക്കെ സ്കൂളുകളിലാണ് പദ്ധതി നടപ്പിലാക്കേണ്ടത് എന്ന കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതി തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.